എല്ലാവർക്കും നല്ല ദിവസം നേരുന്നു. ഒരിക്കലും സ്ഥിരമായി ചെരുപ്പും ഷൂസുമൊക്കെ ധരിച്ചുകൊണ്ട് പോകുന്ന ഒരു മനുഷ്യൻ ഒരു ദിവസം ചെരുപ്പില്ലാതെ നടന്നാലോ എന്ന് ചിന്തിച്ചു. അങ്ങനെ ചെരുപ്പില്ലാതെ നടന്നു പോകുമ്പോൾ കല്ലിൽ പാദം അമർന്നു. അപ്പോൾ കല്ല് പറഞ്ഞു, ഇന്ന് നിങ്ങളുടെ പാദത്തിന് എത്ര മൃദുത്വമുണ്ട്, എൻ്റെ സുഖമാണ് താങ്കളുടെ ചവിട്ടിന്ന് കൊള്ളാൻ. മണ്ണും ഇതേ വാക്ക് തന്നെ പറഞ്ഞു, ഇത്ര നൈർമല്യമുള്ള കാലായിരുന്നു എൻ്റെ സുഖം. എല്ലാ ദിവസവും നിങ്ങൾ വേറെ എന്തൊക്കെ ഇട്ടുകൊണ്ട് വന്ന് ചവിട്ടി മെതിച്ചല്ലേ പോകുന്നത്. ഈ യാത്രികനൊന്നും പറഞ്ഞില്ല, പക്ഷെ ഇതിനകത്ത് വലിയൊരു കാര്യമുണ്ട്. നിങ്ങളുടെ സാന്നിധ്യം കൊണ്ട് ഒരാൾക്കെങ്കിലും അല്പം ആശ്വാസം കിട്ടിക്കൊള്ളട്ടെ. നമുക്ക് നമ്മുടെ പാദമായിരിക്കാം, നമുക്ക് നമ്മളെയാണ് സംരക്ഷിക്കേണ്ടത്. പക്ഷെ അതേസമയം തന്നെ നമ്മളുടെ സാന്നിധ്യം കൊണ്ട് മറ്റൊരാൾക്ക് അസ്വസ്ഥത ഉണ്ടാകാതെ ഒരല്പ സ്വസ്ഥത കൊടുത്തൂടെ. ഒന്നും പറയണ്ട, മിണ്ടാതിരുന്നാൽ മതി. ഒന്നും പറയണ്ട, കുറ്റപ്പെടുത്താതിരുന്നാൽ മതി. മറ്റൊന്നും പറയണ്ട, മോശമായി നോക്കാതിരുന്നാൽ മതി. മറ്റൊന്നും പറയണ്ട, ഇദ്ദേഹത്തിൻ്റെ കുറ്റം മറ്റൊരാളോട് പറയാതിരുന്നാൽ മതി. അവിടേക്ക് എന്താ നന്മയുണ്ടാവും. കാരണം എന്താ, അങ്ങയുടെ സാന്നിധ്യം ആഗ്രഹിക്കുന്ന ഒരുപാട് മനുഷ്യരുണ്ടാകും. നിങ്ങളുടെ വാക്കിന് എന്ത് സുഖമാണ്, നിങ്ങളുടെ നോട്ടത്തിന് തന്നെ എന്തോ ഒരു ആകർഷണം ഉണ്ടല്ലോ. അങ്ങ് സുന്ദരമായിട്ടാണല്ലോ സംസാരിക്കുന്നത്. അങ്ങ് വല്ലപ്പോഴും എൻ്റെ വീട്ടിൽ വരണേ, കാരണം ഈ വീട്ടിൽ അല്പം സ്വസ്ഥതയുണ്ടാവും അങ്ങ് വന്നാൽ. പ്രിയ സുഹൃത്തുക്കളെ, നമുക്ക് മറ്റുള്ളവർക്ക് സ്വസ്ഥത കൊടുക്കാൻ പരിശ്രമിക്കാം. അങ്ങനെ ആകുമ്പോഴാണ് നമ്മളൊക്കെ നല്ല മനുഷ്യരാകുന്നത്. നല്ല മനുഷ്യരാകണമെന്ന് നിർബന്ധത്തിലല്ല, നമ്മളെപ്പോൾ നല്ലവരാകുന്നു അപ്പോൾ നമ്മുടെ കൂടെ സഹവസിക്കുന്നവരും കൂടെ പ്രവർത്തിക്കുന്നവരും ജീവിക്കുന്നവരൊക്കെയും നല്ലതായിത്തീരും. മുല്ലപ്പൂമ്പടി ഏറ്റുകിടക്കാം കല്ലിനുമുണ്ടും ചെറു സൗരഭ്യം. ജോൺസൺ കരുത്.